കോട്ടപ്പടിയിൽ വീടിന് നേരെ കാട്ടാനയുടെ ആക്രമണം. വീടിന്റെ ജനലുകൾ ആന തകർത്തു. ഭയന്നു വിറച്ച് പ്രദേശവാസികൾ. കോട്ടപ്പടി വാവേലി കുളപ്പുറം അനീഷിന്റെ വീടിന്റെ ജനാലകളാണ് കാട്ടാന തകർത്തത്. വെളുപ്പിനെ 3 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. ഇന്നലെ രാത്രി ഇവിടെ വീട്ടില് ആക്രമണം ഉണ്ടാക്കിയത് ആ മുറിവാലൻ എന്ന് പറയുന്ന ആനയാണ്. ഇവിടെ സ്ഥിരം പ്രശ്നക്കാരനായിട്ടുള്ള ആനയാണ് ഈ മുറിവാലൻ ആന. അത് സാറുമാർ ഉൾപ്പെടെ എല്ലാവരും അതിനെ ലൊക്കേറ്റ് ചെയ്യുകയും അതിനെ ഇവിടുന്ന് മാറ്റാനുള്ള സംവിധാനങ്ങളിലേക്കൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടും ഇതുവരെ ആ ആനയെ മാറ്റാനോ ഒന്നുള്ളൊരു കാര്യങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഈ ആന വളരെ അക്രമകാരിയാണ്. ഫോറസ്റ്റ് വാച്ചർമാരെ, ഫോറസ്റ്റുകാരെ ഉൾപ്പെടെ എല്ലാവരെയും ഓടിക്കുകയും ലൈറ്റ് അടിച്ച് നമ്മൾ ആനയെ ഓടിക്കാൻ ചെന്നാൽ തിരിച്ച് ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ആനയാണ്. ഇതിനെ ഇവിടുന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ ചെന്നിട്ടും ഇതുവരെ അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല. പോരാത്തതിന് ഇപ്പൊ ഒരു 3,75,00,000 രൂപയുടെ ഒരു ഫെൻസിങ്, ഡബിൾ ലൈൻ ഫെൻസിങ് വരുന്നുണ്ട്. അത് ഈ വഴിക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഫുള്ള് എല്ലാം തന്നെ ആന നശിപ്പിച്ചിട്ടേക്കാണ്. ആ കാശ് വെറുതെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിന് പകരം ഞങ്ങൾക്ക് ഇവിടെ വേണ്ടത് ട്രെഞ്ചാണ്. ശാശ്വതമായ പരിഹാരം എന്ന് പറഞ്ഞിട്ട് ട്രെഞ്ച് താത്തുക എന്നുള്ളതാണ്. കാരണം ഇത് വർഷാവർഷമല്ല, മാസാമാസം മെയിൻ്റെനൻസ് ചെയ്യണം. അതിന് കാശ് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ അടിക്കാട് കാര്യങ്ങൾ വെട്ടണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആൾക്കാരെ നിയമിക്കണം. ഈ ട്രെഞ്ച് താത്തി കഴിഞ്ഞാൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റും. ഇനിയിപ്പോ ട്രെഞ്ച് താത്താൻ ഇവർക്ക് ഫണ്ടില്ല. എന്ത് കേസ് ചോദിച്ചാലും ഫോറസ്റ്റുകാർക്ക് ഫണ്ടില്ല. ഈ ട്രെഞ്ച് താത്താൻ ഞങ്ങൾക്ക് അനുവാദം തന്നു. ഞങ്ങൾ നാട്ടുകാർ താത്തിക്കൊള്ളാം. ഈ മണ്ണും പാറയും ഇവിടുന്ന് മാറ്റിക്കൊണ്ടു പോകാനുള്ള അനുവാദം മാത്രമേ തന്നായി. 6ഓളം ആനകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരാനയാണ് അനീഷിന്റെ വീടിനു നേരെ പാഞ്ഞെടുത്ത് ജനൽ ചില്ലുകൾ തകർത്തത്. അനീഷിന്റെ മാതാവ് ഓമന മാത്രമാണ് ഈ സമയം വീട്ടിലുണ്ടായിരുന്നത്. ഭയന്നുപോയ ഇവർക്ക് ഇപ്പോഴും ഭയം മാറിയിട്ടില്ല. ഞങ്ങൾക്ക് കിടക്കാൻ നിർത്തിയില്ല. 2 ആൾ വയസ്സായി കിടക്കുന്നത്. ഞങ്ങൾക്ക് മുറ്റത്തേക്ക് ഇറങ്ങാൻ, മൂത്രമൊഴിക്കാൻ പോകാൻ, പരിക്കാത്ത പോലെ നിന്ന് മൂത്രമൊഴിക്കാൻ പേടിയാ. അതറിയാവോ? അതിനെ കയ്യെ പിടിച്ചറിയാത്ത വരെ ഒന്ന് കൊണ്ടുവരണം. എനിക്ക് പിന്നെ മുറ്റത്ത് ഇതിലൊക്കെ ഒന്ന് അടിച്ചു വെക്കും. ഇതിലൊക്കെ മനുഷ്യന് വരുമ്പോ നാണാവൂലേ? അത് കാരണം ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല അവനെ കിടക്കാൻ. പിള്ളേര് പിന്നെ വാർക്ക് പുറത്ത് അവർ പണിക്ക് പോണ്ടേ. ഇപ്പോഴാവും വെട്ടാൻ പോയത്. വെട്ടി കൊണ്ടുവരാണ്ട് ഞങ്ങൾക്ക് കഞ്ഞി കുടിക്കണ്ടേ? ഞങ്ങൾക്ക് മരുന്നിനുമാണ്. ഞങ്ങൾക്ക് 2 പേർക്കും സുഖമുള്ളതല്ല. അവർ പിള്ളേർ 2 മരുന്ന് പണിക്ക് പോവുക. കെട്ടിക്കൊണ്ടുവന്ന പെണ്ണും അവനും പണിക്ക് കൊണ്ട് കഞ്ഞി കുടിക്കേണ്ട 2 പിള്ളേരും ഉണ്ട്. ഞങ്ങൾക്ക് കഞ്ഞി തരണ്ടേ? ഇന്ന് ആന 3 മണിക്ക് വന്നിട്ട് ആന പോയി താഴെ നിന്നും നെച്ചിട്ട് ഞാൻ മിണ്ടിയില്ല. കൊച്ചിനോട് മിണ്ടിയില്ല, അവനോട് മിണ്ടിയില്ല. മിണ്ടി പറഞ്ഞ അവൻ ലയിച്ചിട്ട് നോക്കും. ആന എന്നാള് ഓടിച്ചത് അവന് വാർക്ക് പുറത്തേക്ക് ഇറയത്ത് നിന്ന് ലയിച്ചിട്ടിട്ട്. അറിയാവോ? പടിഞ്ഞാറ് ഇറയത്ത് നിന്ന് ലയിച്ചിട്ട്. പ്രദേശത്തെ കൃഷികളും ആനക്കൂട്ടം നശിപ്പിച്ചു. കാട്ടാന ശല്യത്തിനെതിരെ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നും ട്രെഞ്ച് നിർമ്മിക്കാനുള്ള അനുമതി നൽകണമെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇന്ന് വെളുപ്പിന് 5 മണിക്കാണ് ആന ഇവിടെ വന്നത്. ഇവിടെ ഇപ്പം അമ്മ മാത്രമാണ് ഉണ്ടായുള്ളൂ. എൻ്റെ അളിയൻ മരിച്ചതായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ വൈഫും കുട്ടികളും വൈഫ് ഹൗസിലായിരുന്നു. വെളുപ്പിന് ആന വന്നു. ഇവിടുന്ന് ഞങ്ങളെ വിളിച്ചു. അപ്പോൾ പക്ഷെ അവിടുന്ന് ഫോറസ്റ്റുകാരെയൊക്കെ വിളിച്ചപ്പോഴത്തേക്ക് ഇവിടെ വന്ന ആന അമ്മ ലൈറ്റ് ഇട്ടപ്പോഴത്തേക്കും വന്ന് ജനലിൻ്റെ ഇത് പൊട്ടിച്ചു കളഞ്ഞു. വളരെ ദുർഘടമായിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ ജീവിക്കേണ്ട ഒരു അവസ്ഥയുള്ളത്. കാരണം എന്നും ആന, വനത്തിൽ നിന്ന ആന ഇപ്പോൾ വീട് ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആളുകൾ ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഫെൻസിങ് സംവിധാനമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം നശിപ്പിച്ചു. കാരണം അത് നമ്മൾ പല പ്രാവശ്യം അധികാരികൾ പറഞ്ഞിട്ട് പോലും അവർക്ക് ഇതിനകത്തൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വരെ നിൽക്കുന്നത്. കാരണം ഇത് 2 വർഷത്തേക്ക് എഗ്രിമെന്റ് വെച്ചാണ് അവർ ഫെൻസിങ് കൊടുത്തിരിക്കുന്നത് പറഞ്ഞു. അത് പൂർത്തീകരിക്കാതെ ഫോറസ്റ്റിന് അതിനകത്ത് യാതൊരുവിധ അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വരെ കൈയൊഴിഞ്ഞ് നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളുടെ ജീവന സ്വത്തിന് സംരക്ഷണം കൊടുക്കേണ്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ ഒന്നും കണ്ണു തുറന്നിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാകുന്നത്. മീഡിയ 60 ന്യൂസ്, കോതമംഗലം.